ഹായ് കൂട്ടുകാരെ, പാരതമെറ്റിക് സീക്വൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. പേജ് നമ്പർ 26-ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി മുന്നത്തെ പാർട്ടിൽ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, സോ അതുപോലെ അതിൻ്റെ മുമ്പത്തെ പാർട്ടിൽ നമ്മൾ കൺസെപ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്, മിഡിൽ ടേമിൻ്റെ കൺസെപ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ആ കൺസെപ്റ്റ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻസ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കൺസെപ്റ്റിൻ്റെ വീഡിയോ കൂടെ കാണണം കേട്ടോ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ: The common difference of an arithmetic sequence is 2, and the sum of ninth, 10th, and 11th term is 90. Calculate the first three terms of the sequence. ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 2ഉം 9ാം പദം 10ാം പദം 11ാം പദം ഇവയുടെ തുക 90ഉമാണ്. ശ്രേണിയിലെ ആദ്യ 3 പദങ്ങൾ കണക്കാക്കുക. ഓക്കെ, ഇവിടെ എന്താ തന്നിരിക്കുന്നത് നോക്കി. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്, അതിനൊരു കോമൺ ഡിഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 2ഉം തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞേക്കുന്ന സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. സം ഓഫ് 9th, 10th ആൻഡ് 11th ടേം ഈസ് 90 എന്ന് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ 9ാമത്തെ ടേമും 10ാമത്തെ ടേമും 11ാമത്തെ ടേമും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 90 കിട്ടും. എന്ന് വെച്ചാൽ 1 മുതൽ 10 വരെ കൂട്ടിക്കഴിഞ്ഞാൽ 11 വരെ കൂട്ടിക്കഴിഞ്ഞാൽ 90 എന്നാണോ? അങ്ങനെയല്ല അർത്ഥം. ഏത് ടേം മാത്രമേ ഉള്ളൂ? 9 മുതലുള്ള ടേം മാത്രമേ അവർ കൂട്ടിയിട്ടുള്ളൂ. ഇതിൽ എത്ര ടേം ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഫസ്റ്റത്തെ നമുക്ക് മിഡിൽ ടേമിൻ്റെ കൺസെപ്റ്റ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ എത്ര ടേം ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. നമുക്ക് ഓഡ് നമ്പർ ആണെങ്കിലാണല്ലോ നമ്മൾ n+1/2 ചെയ്തിട്ടാണല്ലോ മിഡിൽ ടേം ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇവിടെ എത്ര ടേം എന്ന് പറഞ്ഞിട്ടില്ല. പോരാത്തതിന് ഇതിൽ ഫസ്റ്റ് ടേം ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടേം നമുക്ക് കിട്ടുമായിരുന്നു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? 2 ആഡ് ചെയ്ത് പോകുമ്പോൾ 9th ടേമും 10th ടേമും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? കണ്ടുപിടിക്കുമായിരുന്നു. ഓക്കെ, ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടില്ല. സോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഫസ്റ്റ് ടേം ആണെന്നുള്ളത് ആലോചിക്കുക. ഓക്കെ, സോ ഞാൻ ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സാധനം ആദ്യം കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് എത്രയെന്ന് തന്നിട്ടുണ്ട്? 2 തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? 9th ടേം 10th ടേം 11th ടേം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 90 കിട്ടും. ഓക്കെ, ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ഇത് 2 ടൈപ്പിലും ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഒന്ന് മിഡിൽ ടേമിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടും ഒന്നല്ലാതെ. ഏതാണ് മക്കൾക്ക് എളുപ്പമെങ്കിൽ അതിനനുസരിച്ച് ഫോളോ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, സോ തന്നിരിക്കുന്നത് 9th ടേം 10th ടേം 11th ടേം 3 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 90 കിട്ടും. അതിനെങ്ങനെ മാത്തമാറ്റിക്കൽ ഫോമിലോട്ട് മാറ്റുക? 9th ടേം എന്ന് പറയുന്നത് x9 ആണ് അല്ലേ, പ്ലസ് 10th ടേം എന്ന് പറയുന്നത് x10 ആണ്. ഓക്കെ ആണല്ലോ, പ്ലസ് 11th ടേം എന്ന് പറയുന്നത് x11 ആണ്. ഇത് 3 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണേ? 90 അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? x9 പ്ലസ് x10 പ്ലസ് x11 ഈസ് ഈക്വൽ ടു 90 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ, ഇത്രയും വരെ മനസ്സിലാവാത്തവരില്ലല്ലോ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. x9 എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ട് ഇതിൽ 3 പേരിനെ എനിക്ക് ആരാന്നറിയാം. ഇപ്പോൾ 9 തന്നിട്ട് 10 തന്നിട്ടുണ്ട്. 11 കണ്ടുപിടിക്കാനായി നമുക്ക് ഈക്വൽ സൈൻ അപ്പുറത്തോട്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യായിരുന്നു? പ്രോബ്ലം സോൾവ് ചെയ്യായിരുന്നു. ഇവിടെ എവിടെയെങ്കിലും കോമൺ ഡിഫറൻസ് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്, ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ട് ഒരാളാക്കി മാറ്റണം എന്നുണ്ട് വെച്ചെങ്കിൽ മക്കൾ പഠിച്ചിട്ടുണ്ട്. എന്താ 9th ടേമിന് നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര ഡി കൂട്ടിയാലാണ് എനിക്ക് എന്ത് കിട്ടുക? 9th x9 കിട്ടുക. x1ൻ്റെ കൂടെ എത്ര ഡി കൂട്ടിയാലാണ്? 8D അല്ലേ? 8D കൂട്ടിക്കഴിഞ്ഞാൽ 9 x9 കിട്ടും. ഇത് മുമ്പത്തെ കൺസെപ്റ്റ് ആയിരുന്നേ. സോ അതൊന്ന് ഓർത്തെടുക്കണം. 1 + 8 9. ഓക്കെ, എഴുതി ശരിയാണല്ലോ. ഇതേപോലെ x10ന് ഇങ്ങനെ ഫസ്റ്റ് ടേം വെച്ചിട്ട് തന്നെ ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരുടെയും കോമൺ ആയിട്ടൊരു സാധനം ആക്കാൻ വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യാണ് ഞാൻ. സോ 10th ടേമിന് ഞാൻ എന്താക്കണം? x1 + 9D ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? x10. എഴുതി ശരിയാണോ നോക്കി. 1 + 9 10. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി x11 ഇതേപോലെ എങ്ങനെ എഴുതാം നമുക്ക്? x11 കിട്ടണമെങ്കിൽ 1ൻ്റെ കൂടെ എത്ര ഡി കൂട്ടണം? 10D കൂട്ടണം. 10D ഈസ് ഈക്വൽ ടു x11. ഓക്കെ ആണല്ലോ. സോ ഞാൻ ഇതൊക്കെ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ x9ന് പകരം ഞാൻ എന്ത് എഴുതാണ്? x1 + 8D എന്ന് എഴുതാമല്ലോ എനിക്ക്. ഓക്കെ, ഞാൻ മാറ്റി എഴുതുകയാണ്. ഞാൻ ഈ ഇക്വേഷനാണ് ഇങ്ങോട്ട് എഴുതുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതി തരാം. x9 + x10 + x11 ഈസ് ഈക്വൽ ടു 90. ഓക്കെ, x9ന് പകരം ഇനിയിപ്പോൾ എനിക്ക് എന്ത് എഴുതാം? x1 + 8D എന്ന് എഴുതാം. ഞാൻ എഴുതുകയാണ് x1 + 8D. ഓക്കെ, x9 മാത്രമല്ല ആയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനി എന്തുണ്ട്? പ്ലസ് ഉണ്ട്, എന്തുണ്ട്? x10 ഉണ്ട്. x10ന് പകരം എനിക്ക് എങ്ങനെ എഴുതാം? x1 + 9D എന്ന് എഴുതാമല്ലോ. സോ ഞാൻ വീണ്ടും എഴുതാം x1 + 9D. ഓക്കെ ആണല്ലോ, പ്ലസ് x11ന് പകരം എനിക്ക് എന്ത് എഴുതാം? x1 + 10D എന്ന് എഴുതി കൂടെ. ഓക്കെ, സോ x1 + 10D ഈസ് ഈക്വൽ ടു എത്ര നീട്ടി? 90 നീട്ടി. ഇനി ഇവിടെ നോക്കിയേ, എത്ര x1കളുണ്ട്? 1 2 3 3 x1. 3 x1 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 3x1 എന്ന് കിട്ടും.
ഓക്കെ, ഇവിടെ നോക്കിയാൽ ഒരു 8D ഉണ്ട്, ഒരു 9D ഉണ്ട്, ഒരു 10D ഉണ്ട് അല്ലേ? സോ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 8ഉം 9ഉം കിട്ടുമ്പോൾ 17 എന്ന് കിട്ടും. 17ഉം 10ഉം 27. സോ പ്ലസ് 27D. നോക്കിക്കേ, x1 ഉള്ള ടേമുകളൊക്കെ ഒരുമിച്ച് ഞാൻ കൂട്ടി. x1 പ്ലസ് x1 പ്ലസ് x1 3x1. ഓക്കെ ആണല്ലോ. ഡി ഉള്ള ടേമുകൾ ഞാൻ ഒരുമിച്ച് കൂട്ടി. 8D പ്ലസ് 9D പ്ലസ് 10D. 8Dയും 9Dയും കൂട്ടുമ്പോൾ 17 എന്ന് കിട്ടും. 17 പ്ലസ് 10 എന്ന് കിട്ടുമ്പോൾ 27 കിട്ടും. 27D. സോ ഇതെല്ലാം എഴുതി വലിയ സാധനം ഷോർട്ടായിട്ട് കിട്ടിയില്ലേ നമുക്ക്? ഓക്കെ, എത്രയെന്ന് കിട്ടും? ഈസ് ഈക്വൽ ടു 90 എന്ന് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ഡിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ലേ, നമുക്ക് ഡിയുടെ വാല്യൂ രണ്ടും തന്നിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തൂടെ? ഓക്കെ, സോ 3x1 പ്ലസ് 27 ഇൻറ്റു ഡിയുടെ വാല്യൂ 2 ഈസ് ഈക്വൽ ടു 90 എന്ന് ആൻസർ കിട്ടും. 3x1 നമുക്കറിയില്ല, അത് അതുപോലെ തന്നെ 3x1 ഈസ് ഈക്വൽ ടു 27 ഇൻറ്റു 2 ചെയ്ത് നോക്കണം. 27 ഇൻറ്റു 2, 7 ഇൻറ്റു 2 4, 4 ബാക്കി 1, 4 5 54 എന്ന് ആൻസർ കിട്ടും. സോ 3x1 പ്ലസ് 54 ഈസ് ഈക്വൽ ടു 90 എന്ന് ആൻസർ കിട്ടി. ഓക്കെ, ഇനി 3x1 കണ്ടുപിടിക്കാൻ വേണ്ടി 54 പുറത്തോട്ട് കൊണ്ടുപോയ പോരെ? ഓക്കെ, സോ 3x1 ഈസ് ഈക്വൽ ടു 90 മൈനസ് 54. 90 എന്ത് ചെയ്യണം? 54 കുറയ്ക്കണം. സോ 90 മൈനസ് 54 കുറയ്ക്കുമ്പോൾ 6, 3 എന്ന് കിട്ടും, 36 എന്ന് കിട്ടും. സോ 3x1 ഈസ് ഈക്വൽ ടു 36. ഇനി x1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 3നെ അപ്പുറത്തോട്ട് ഉണ്ടായാൽ മതി. അപ്പോൾ ഇൻറ്റു 3 എന്തായിട്ട് മാറും? ഡിവൈഡ് ആയിട്ട് മാറും. സോ x1 ഈസ് ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 12 എന്ന് ആൻസർ കിട്ടും. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നമ്മുടെ ഒന്നാമത്തെ ടേം എന്താണ്? 12 ആണെന്ന് കിട്ടി. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ടേം നമുക്ക് കണ്ടുപിടിച്ചത്. നമ്മളിവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ടേം. ഓക്കെ, ഒന്നാമത്തെ ടേം 12 ആണെങ്കിൽ കോമൺ ഡിഫറൻസ് 2 ആണ് അല്ലേ? ഇപ്പോൾ രണ്ടാമത്തെ ടേം കിട്ടാൻ വേണ്ടി അതിൻ്റെ കൂടെ 2 കൂട്ടിയാൽ പോരെ? സോ ഒന്നാമത്തെ ടേം 12, രണ്ടാമത്തെ ടേം പ്ലസ് 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 14 കിട്ടും. അതിൻ്റെ കൂടെ പ്ലസ് 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 16 കിട്ടും. 1 2 3 ടേമുകൾ കണ്ടുപിടിച്ചില്ലേ? ഇത്രയല്ലേ ക്വസ്റ്റ്യൻ്റെ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇതല്ലാതെ വേറെ മെത്തേഡിലും കൂടെ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ആദ്യം എന്ത് തന്നിട്ടുണ്ട്? കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്, രണ്ടാം തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താ നമ്മളോട് പറഞ്ഞേക്കുന്നത്? x9 പ്ലസ് x10 പ്ലസ് x11 എത്രയാണ്? 90 പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണേ. എന്നിട്ട് ആ തന്ന സാധനങ്ങൾ ഞാൻ എടുത്തെഴുതി. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി x9 എനിക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? ഒന്നാമത്തെ ടേമിനെ കണ്ടുപിടിക്കണമല്ലോ. സോ ഒന്നാമത്തെ ടേമിലോട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ x1 പ്ലസ് 8D ഈക്വൽ ടു x9 എന്ന് കിട്ടും. അതേപോലെ x10 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ x1 പ്ലസ് 9D ഈക്വൽ ടു x10 എന്ന് കിട്ടും. അതേപോലെ എന്ത് ചെയ്യുക? x11 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ x1 പ്ലസ് 10D പ്ലസ് അല്ല ഈസ് ഈക്വൽ ടു x11 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, അതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? x9 പ്ലസ് x10 പ്ലസ് x11 ഈസ് ഈക്വൽ ടു 90 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സ്പ്ലിറ്റ് ചെയ്ത നമ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്തു? അതിന് കൊടുത്തു. x1 പ്ലസ് x9 പകരം എന്ത് എഴുതാം? x1 പ്ലസ് 8D എഴുതി. പ്ലസ് x10 പകരം എന്ത് എഴുതി? x1 പ്ലസ് 9D എഴുതി. പ്ലസ് x11 പകരം എന്ത് എഴുതി? x1 പ്ലസ് 10D എന്ന് എഴുതി. ഈസ് ഈക്വൽ ടു 90 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, നോക്കിക്കേ, ഇവിടെ x1, ഇവിടെ x1, ഇവിടെ x1, 3x1 എന്ന് കിട്ടും. പ്ലസ് ഇവിടെ 8D 9D 10D എല്ലാം കൂടെ കൂട്ടുമ്പോൾ 27D എന്ന് കിട്ടും. അപ്പോൾ 3x1 പ്ലസ് 27D ഈസ് ഈക്വൽ ടു 90 എന്ന് ആൻസർ കിട്ടി. അങ്ങനെയാണെങ്കിൽ 3x1 ഡിയുടെ വാല്യൂ നമുക്ക് വന്നിട്ടുണ്ടല്ലോ. സോ 3x1 അതുപോലെ തന്നെ ഇറക്കി എഴുതി. 27 ഡിയുടെ വാല്യൂ ഇൻറ്റു 2 ചെയ്യുമ്പോൾ ഈസ് ഈക്വൽ ടു 90 എന്ന് ആൻസർ കിട്ടും. സോ 3x1 അതുപോലെ ഇറക്കി എഴുതി. 27 ഇൻറ്റു 2 എന്ന് പറയുന്നത് 54 ആയിട്ട് മാറി. ഈസ് ഈക്വൽ ടു 90. സോ 3x1 കണ്ടുപിടിക്കാൻ വേണ്ടി 54 ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പം 3x1 ഈസ് ഈക്വൽ ടു 90 മൈനസ് 54. 90 മൈനസ് 54 എത്രയാണ്? 36 ആണ്. അപ്പോൾ 3x1 ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടി? 36 കിട്ടി. സോ x1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3 അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 3 അപ്പുറത്തെത്തുമ്പോൾ എന്തായിട്ട് മാറും? ഡിവൈഡ് ആയിട്ട് മാറും. സോ x1 ഈസ് ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടി? 12 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. സോ x1 എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ടേമാണ്. ഫസ്റ്റ് ടേം കിട്ടി കഴിഞ്ഞ് പിന്നെ കോമൺ ഡിഫറൻസ് കിട്ടിയില്ലേ? രണ്ടാമത്തെ ടേമും മൂന്നാമത്തെ ടേമും പ്ലസ് 2 വെച്ചിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ 12 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 14 രണ്ടാമത്തെ ടേം കിട്ടി. 14 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 16 മൂന്നാമത്തെ ടേം കിട്ടി. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ ഒരു ഇത്തിരി ട്വിസ്റ്റിംഗ് ആണ്. സോ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി ഇത് മിഡിൽ ടേമിൻ്റെ ടേമിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊന്ന് കാണിക്കാം. കുറച്ച് ബുദ്ധിമുട്ടാണ്, മനസ്സിലായെങ്കിൽ മാത്രം എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വിട്ടോളൂ. ഇങ്ങനെ ചെയ്താൽ മാർക്ക് കിട്ടും. ഓക്കെ, സോ നമുക്കറിയാം 9ാമത്തെ ടേമും 10ാമത്തെ ടേമും 11ാമത്തെ x9 x10 x11 അല്ലേ? അതിൽ x10 എന്ന് പറയുന്നത് എന്താണ്? ഓൾറെഡി മിഡിൽ ടേം ആണ്. ഓക്കെ ആണല്ലോ. x10 എന്ന് പറയുന്നത് ഓൾറെഡി മിഡിൽ ടേം ആണ്. ഓക്കെ, സോ ഇങ്ങനെ മിഡിൽ ടേം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന എന്താണ്? സം ഓഫ് പെയേഴ്സ് ആണ് നമുക്കറിയാം. ഓക്കെ, ഈ സം ഓഫ് പെയേഴ്സിൻ്റെ എന്ന് പറയുന്നത് എന്താണ്? മിഡിൽ ടേമിൻ്റെ ഇരട്ടിയാണല്ലോ. ഓക്കെ, സം ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് മിഡിൽ ടേമിൻ്റെ ഇരട്ടിയായിരിക്കും.
ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുകയാണ് x10 ഞാൻ അതുപോലെ തന്നെ എഴുതി. ഓക്കെ, x10 അതുപോലെ എഴുതി. ഓക്കെ, x9 നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ വേണ്ടിയിരിക്കുന്നത്? x9ഉം x11ഉം കൂടി കൂട്ടിയാൽ x10 പ്ലസ് x9 പ്ലസ് x11 ഈസ് ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? 90 തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കറിയാം ഈ x10ൻ്റെ ഇരട്ടിയാണ് എന്തെന്ന് പറയുന്നത്? x9 പ്ലസ് x11 എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഡിൽ ടേമിൻ്റെ ഇരട്ടിയാണ് x9ഉം x11ഉം. അങ്ങനെയാണെങ്കിൽ എനിക്കത് x10 ഇൻറ്റു 2 എന്ന് എഴുതിക്കൂടെ? നോക്കാം, ഇവിടെ നോക്കാം. അതായത് 20 എന്ന് പറയുന്ന നമ്പർ 10ൻ്റെ ഇരട്ടിയാണെന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 2 ആണല്ലോ 20 എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ 10ൻ്റെ ഇരട്ടിയാണ് 20 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ രണ്ടെണ്ണത്തിന് പകരം എനിക്ക് 10 ഇൻറ്റു 2 എന്ന് എഴുതിക്കൂടെ? 20ന് പകരം എനിക്ക് എന്ത് എഴുതാം? 10 ഇൻറ്റു 2 എന്ന് എഴുതാം. എന്ന് വെച്ചാൽ x9ഉം x11ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ x10ന് 2 ഇരട്ടിയാണ്. സോ ഞാൻ ഈ x9 പ്ലസ് x11ന് പകരം ഞാൻ എന്ത് എഴുതാണ്? 2 ഇൻറ്റു x10 എഴുതാണ്, അല്ലെങ്കിൽ 2x10, 2 x10 എഴുതാം. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സോ ആദ്യം ഈ x10 ഇറക്കി എഴുതി, പ്ലസ് x9ഉം x11നും പകരം എനിക്ക് എന്ത് എഴുതാം? x10 പ്ലസ് x10 എഴുതിക്കൂടെ? ഇസ് ഈക്വൽ ടു 90 എന്ന് കിട്ടി. ഓക്കെ, സോ 90 കിട്ടിക്കഴിഞ്ഞാൽ 3 x10 അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3x10 ഈസ് ഈക്വൽ ടു 90. അങ്ങനെയാണെങ്കിൽ x10 കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ 3നെ പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ 90 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 30 എന്ന് ആൻസർ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാമത്തെ ടേം എന്താണ്? 30 ആണ്. കോമൺ ഡിഫറൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ടേം കണ്ടുപിടിച്ചൂടെ? എങ്ങനെ ഒന്നാമത്തെ ടേം നമ്മൾ കണ്ടുപിടിക്കാം? ഒന്നാമത്തെ തന്നെ x1 പ്ലസ് എത്ര ഡി? 9d കൂട്ടുമ്പോൾ എന്ത് കിട്ടും? x10 കിട്ടും. ഓക്കെ ആണല്ലോ? ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പോലത്തെയാണ്. x1 അറിയില്ല, അതുപോലെ ഇറക്കി എഴുതി. 9 ഇൻറ്റു 2 ആണ് എന്തെന്ന് പറയുന്നത്? കോമൺ ഡിഫറൻസ്. ഈസ് ഈക്വൽ ടു x10 എന്ന് പറയുന്നത് എത്ര കിട്ടി? 30 എന്ന് കിട്ടി. സോ x1 പ്ലസ് 9 ഇൻറ്റു 2 എത്ര കിട്ടും? 18 ഈസ് ഈക്വൽ ടു 30. സോ x1 ഈസ് ഈക്വൽ ടു 18 പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും? 30 മൈനസ് 18 ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 12 എന്ന് കിട്ടി. സോ x1 എന്ന് പറയുന്നത് 12 എന്ന് കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ x2ഉം x3ഉം x4ഉം x1 x2 x3 കണ്ടുപിടിച്ചോളൂ. x1 12, കോമൺ ഡിഫറൻസ് 2 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 14 കിട്ടും. അതിൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ അത് കിട്ടും 16 കിട്ടും. ഇതേ സെയിം ആൻസർ അല്ലേ നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്? ഓക്കെ, സോ അവിടെ ഒരു കൺസെപ്റ്റാണ്, നമ്മുടെ മിഡിൽ ടേമിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ടാണ് ആക്ച്വലി ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. സോ കുറച്ചൊന്ന് ട്വിസ്റ്റിംഗ് ആണ്. x10 എന്ന് പറയുന്നത് മിഡിൽ ടേം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ x9ഉം x11 എന്താണ്? അപ്പുറത്തും കിടക്കുന്ന ടേമാണ്. മിഡിൽ ടേമിൻ്റെ ഇരട്ടിയാണ് എന്തെന്ന് പറയുന്നത്? സം ഓഫ് ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ മിഡിൽ ടേം ഞാൻ ആദ്യം അതൊക്കെ എഴുതി. ഇനി മറ്റേ രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്താണ്? ഈ മിഡിൽ ടേമിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ 2 പ്രാവശ്യം ഞാൻ എന്ത് എഴുതി? ആ മിഡിൽ ടേമിൽ. അപ്പോൾ ടോട്ടൽ എത്ര പ്രാവശ്യമാവും? 3 പ്രാവശ്യമാവും. അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10ാമത്തെ ടേം കിട്ടും. ആ 10ാമത്തെ ടേം വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഒന്നാമത്തെ ടേം കണ്ടുപിടിച്ചു. എന്നിട്ട് അതിൻ്റെ 2ാമത്തെ ടേം 3ാമത്തെ ടേം കണ്ടുപിടിച്ചു. ഇതാണ് ശരിക്കും ഇത് ചെയ്യാനുള്ള മെത്തേഡ്. ഞാൻ 2 മെത്തേഡിലും പറഞ്ഞു തന്നു. നമുക്ക് ഏതാണ് എളുപ്പമെന്ന് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്തോളാം. കുറച്ചും കൂടെ എളുപ്പം ഒന്നാമത്തെ മെത്തേഡാണ്. അത് ഫോളോ ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് കേൾക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.